സ്കൂളുകളിൽ മധ്യവേനൽ അവധി മഴക്കാല അവധിയാക്കണമോ എന്ന ചർച്ചയ്ക്ക് തുടക്കമിട്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ഏപ്രിൽ മെയ് മാസങ്ങളിലെ അവധിക്ക് പകരം മൺസൂൺ കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ അവധി നൽകിയാലോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. തന്റേത് അഭിപ്രായം മാത്രമാണെന്നും ചർച്ചകൾക്ക് ശേഷമേ നടപ്പാക്കൂ എന്നും മന്ത്രി പറഞ്ഞു. ഏപ്രിൽ മെയ് മാസം അവധി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? എടുത്ത് 2 മാസം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ എങ്ങനെ ആവുമെന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ പ്രവർത്തനങ്ങളും ചർച്ചയിലൂടെയാണ് പരിഹാരം കണ്ടെത്തുന്നത്. ഇതൊരു എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. സമൂഹത്തിൽ ചർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യമാണ്. ഇനി നാളെ മുതൽ ഈ TV-യിൽ ഇങ്ങനെ ജൂൺ ജൂലൈ മാസത്തെ അവധി മാറ്റിയിരിക്കുന്നു എന്നുള്ള വാർത്ത അടിച്ചു വന്ന് പിന്നെ ഇന്ന് മുതൽ ഇനി സമരം ആരംഭിക്കുന്ന നാളെ മുതൽ ഇനി മുദ്രാവാക്യം വിളിക്കണം മെമ്പറിനെ എനിക്ക് ഇല്ല ഒന്ന് ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. ശരിയായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാകണം പരിഷ്കരണമെന്ന് ഇടത് അധ്യാപക സംഘടനയായ KSTA ആവശ്യപ്പെട്ടു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം ഉദ്ദേശിക്കുന്നില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഉമേഷ് ബാലകൃഷ്ണനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി തത്സമയം ന്യൂസ് ഈവനിംഗിൽ ചേരുന്നത്. ഉമേഷ്, ഇതൊരു ചർച്ചയ്ക്ക് തുടക്കമിടുക മാത്രമാണ് ചെയ്തതെന്ന് മന്ത്രി പറയുന്നുണ്ട്. അതിൽ പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്നുണ്ട്. പ്രധാനമായും ഇങ്ങനൊരു ചോദ്യം അദ്ദേഹം ഉന്നയിക്കാനുണ്ടായ കാരണം എനിക്ക് തോന്നുന്നത് കനത്ത മഴയൊക്കെയാണ്, പഴയ കാലത്തേതുപോലെയല്ല. അപ്പോൾ പലപ്പോഴും അവധി നൽകേണ്ടുന്ന ഒരു സാഹചര്യം, തുടർച്ചയായി അധ്യയന ദിവസങ്ങൾ നഷ്ടപ്പെടുന്നു. അങ്ങനെ വരുമ്പോൾ കടുത്ത ചൂട് സമയത്ത് ക്ലാസ് നടത്തുകയും മഴക്കാലത്ത് അവധി നൽകുകയും ആ ഒരു ചർച്ച അങ്ങനെ ഉരുത്തിരിഞ്ഞ് വരുന്നതിന് കാരണം അതാണോ ഉമേഷ്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം മഴക്കാലമാണ്. ഈ മഴക്കാലം 2 മാസം പിന്നിടുമ്പോൾ ക്ലാസ് സമയം പല പ്രദേശങ്ങളിലും 5 ദിവസത്തിലധികം വരെ അവധി കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്ന് 2 മാസം മാത്രം പൂർത്തിയാവുകയാണ് പുതിയ അക്കാദമിക് വർഷം ആരംഭിച്ചിട്ട്. ഈ സ്ഥിതിയാണെങ്കിൽ അത് അക്കാദമിക് വർഷത്തെ വലിയ രീതിയിൽ ബാധിക്കും. ശനിയാഴ്ചകളിൽ ക്ലാസ് വെക്കാനുള്ള ആലോചനകൾ, അതായത് ഈ അവധി നൽകുന്ന ദിവസത്തിന് പകരം ശനിയാഴ്ചകളിൽ ക്ലാസ് വെക്കാനുള്ള ആലോചനകളെല്ലാം ഉണ്ടെങ്കിലും അതും പൂർണ്ണമായി പ്രായോഗികമാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ അത് മഴയ്ക്ക് അനുകൂലമായ കാലാവസ്ഥയായി മാറിക്കഴിഞ്ഞു. ഒരുപക്ഷെ കഴിഞ്ഞ കുറച്ചു കാലമായി ശരാശരിയിലധികമാണ് മൺസൂൺ മഴ. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരമൊരു ആലോചനയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് പോകാൻ കാരണം. കൂടാതെ വേനൽക്കാലത്ത് വലിയ രീതിയിൽ കുട്ടികളെ ബാധിക്കുന്ന രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഈ വേനൽക്കാലം, അതായത് മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇപ്പോൾ മധ്യവേനൽ അവധി നൽകുന്നത്. അത് മാറ്റി ജൂൺ ജൂലൈ മാസത്തിലേക്ക് അവധി മാറ്റിയാൽ അത് എത്രത്തോളം ഗുണകരമാകും എന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ചോദ്യം. ആദ്യഘട്ടത്തിൽ ഇത്തരമല്ല ആലോചന വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം ഒരു വിദഗ്ധ സമിതിയെ നിയോഗിക്കുക, ആ വിദഗ്ധ സമിതി സിറ്റിംഗുകൾ നടത്തുക, അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക, ആ റിപ്പോർട്ട് നടപ്പാക്കുക എന്നുള്ളതാണ് സാധാരണ നടപ്പാക്കുന്ന രീതി. പക്ഷേ ഇത്തവണ ആ രീതിയിലേക്ക് സർക്കാർ കടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രശംസനീയം. ആദ്യം വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇക്കാര്യങ്ങൾ പൊതുജന അഭിപ്രായത്തിന് വേണ്ടി പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് വെക്കുന്നു. അദ്ദേഹം FB പേജിലൂടെ തന്നെ ഇത്തരമൊരു അഭിപ്രായം ചോദിച്ചു. ഈ അഭിപ്രായത്തിന് പൊതുജനങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് അഭിപ്രായം പറയാം. ഇതിന്റെ അഭിപ്രായം ഏത് രീതിയിൽ വരുന്നു അതിനനുസരിച്ച് പേജിലൂടെ തന്നെ പൊതുജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം അറിയിക്കാം, അങ്ങനെയാണോ? തീർച്ചയായും ആ രീതിയിൽ കമന്റായി തന്നെ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ കഴിയും. ഇത്തരത്തിൽ ഒരു ക്രൗഡായിട്ട് തന്നെ ഇതിന് അഭിപ്രായങ്ങൾ പറയാൻ കഴിയും. അതിന് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇപ്പോൾ തന്നെ ഏകദേശം 1000-ലധികം കമന്റുകളാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ പേജിൽ തന്നെ വന്നു കഴിഞ്ഞിരിക്കുന്നത്. 4000-ലധികം കമന്റാണ് വന്നു കഴിഞ്ഞിരിക്കുന്നത്. 1000-ലധികം പേർ ഈ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഈ രീതിയിൽ വലിയ പ്രതികരണമാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ. ഉമേഷ്, ഈ പ്രതികരണങ്ങൾ ഉമേഷ് പരിശോധിച്ചോ? അത് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും കൂടുതലും എങ്ങനെയാണ് അഭിപ്രായം വരുന്നത്? എങ്ങനെയാണ് ഉമേഷ്? കൂടുതലും പോസിറ്റീവായ പ്രതികരണമാണ്. അതായത് അത്തരത്തിൽ നടപ്പാക്കാവുന്ന രീതിയാണ് എന്ന് തന്നെയാണ് കൂടുതൽ പേരും പറയുന്നത്. അതിന് രക്ഷിതാക്കളുടെ ചില ആശങ്കകളുണ്ട്. രക്ഷിതാക്കൾ പറയുന്നത് പലപ്പോഴും കനത്ത മഴയത്ത് കുട്ടികൾക്ക് സ്കൂൾ അവധി പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവരെ സ്കൂളിലേക്ക് വിടാൻ പലപ്പോഴും ആശങ്കപ്പെടുന്നു. ചിലപ്പോൾ ഒറ്റപ്പെട്ട അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള അഭിപ്രായങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ഒപ്പം ഈ ക്ലാസ് സമയമാണ്, സ്കൂളിലേക്ക് കുട്ടിയെ വിട്ടാൽ നടന്നു പോകുന്ന കുട്ടികളുണ്ടാകും, ഈ വരമ്പത്ത് കൂടെയെല്ലാം പോകുന്ന കുട്ടികളുണ്ടാകും. അത്തരത്തിൽ വെള്ളം ഉയർന്നാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം പങ്കുവെക്കുന്ന കാര്യത്തിൽ ഇവർക്ക് അത്തരത്തിൽ ആശങ്കയുള്ളവർക്കെല്ലാം ഏറ്റവും കൂടുതൽ അഭിപ്രായം പറയുന്നത് ഈ ഏപ്രിൽ കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ക്ലാസുകൾ വെക്കുക എന്നുള്ള അഭിപ്രായം തന്നെയാണ്. അതിനുശേഷം ജൂൺ ജൂലൈ മാസം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2 മാസം, ആ മാസങ്ങളിൽ ക്ലാസുകൾ നടത്തേണ്ടതില്ല. ഈ മഴക്കാല അവധി എന്നുള്ളത് നടപ്പാക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് വളരെ പോസിറ്റീവായ കമന്റുകൾ തന്നെയാണ് കൂടുതൽ. എന്നാൽ ചില ശാസ്ത്രീയമായ കമന്റുകൾ കൂടി വരുന്നുണ്ട്. അതായത് ഈ ഒരുപക്ഷെ കഴിഞ്ഞ 2 വർഷമാണ്
ഈ വേനൽക്കാലത്ത് വലിയ ചൂടില്ലാത്തത്. അതിന് മുൻപ് 2022-ലും 2021-ലും വേനൽക്കാലത്ത് വലിയ ചൂട് അനുഭവപ്പെട്ട സ്ഥലം കൂടിയാണ് കേരളം. ഈ ഘട്ടത്തിൽ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് ഈ ഡീഹൈഡ്രേഷൻ, അതായത് കുട്ടികൾ കൃത്യമായി വെള്ളം കുടിക്കാൻ സാധ്യത കുറവാണ്. അപ്പോൾ അവർ അവരുടെ എനർജി കൂടുതലായി ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ ഡീഹൈഡ്രേഷന് സാധ്യത കൂടുതലാണ് എന്നുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്കൂളിലാണെങ്കിൽ പുറത്ത് വെയിലത്തെല്ലാം ഇറങ്ങി കളിക്കാനും മറ്റ് സാധ്യതയുണ്ട്. അപ്പോൾ ഈ സൂര്യാഘാതമെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം കുട്ടികളുടെ മാനസികമായി ഈ വലിയ ചൂട് കൂടി കഴിഞ്ഞാൽ കുട്ടികൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ ക്ലാസുകൾ വെക്കരുത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഈ രീതിയിൽ ശാസ്ത്രീയമായി തന്നെ അഭിപ്രായങ്ങളും വരുന്നുണ്ട്. എന്തായാലും വലിയ പ്രതികരണം ഈ നിർദ്ദേശത്തിനുണ്ട് എന്നുള്ളത് വലിയ പോസിറ്റീവാണ്. കാരണം ഇത്തരമൊരു നിർദ്ദേശം മന്ത്രി മുന്നോട്ട് വെക്കുന്നു. മണിക്കൂറുകൾ മാത്രമേ കഴിയുന്നുള്ളൂ. അതിന് വലിയ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് വരുന്നു. അപ്പോൾ തന്നെ അത് എതിർത്തുകൊണ്ട് പറയുന്നവർ അതിന് കൃത്യമായ കാരണവും പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ഉമേഷ്, ഇപ്പോൾ ഈ അധ്യാപക സംഘടനകളുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണങ്ങൾ ഔദ്യോഗികമായി തന്നെ വരുന്നുണ്ട്. അതിൽ ഇടത് അധ്യാപക സംഘടനയൊക്കെ അതിനെ കണ്ടും പൂട്ടി അനുകൂലിക്കാൻ തയ്യാറല്ല. അത് ചർച്ചകളുടെയും പഠനങ്ങളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ വേണം എന്ന് പറയുകയാണ്. അങ്ങനെ വിവിധ അധ്യാപക സംഘടനകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോൾ KST ആണ് ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. അവരിപ്പോൾ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുന്നില്ല. എന്ത് നടപ്പാക്കുന്നുണ്ടെങ്കിലും അത് കൃത്യമായ ആലോചനകൾക്ക് ശേഷം മാത്രമേ നടപ്പാക്കാവൂ എന്നുള്ള അഭിപ്രായമാണ് മുന്നോട്ട് വെച്ചത്. അത് മാത്രമല്ല, അത് വിശദമായ പഠനം വേണം. കുട്ടികളുടെ അക്കാഡമിക് വിഭാഗത്തെ ബാധിക്കാൻ പാടില്ല എന്നുള്ള ഒരു അഭിപ്രായം ഈ അധ്യാപകർക്കുണ്ട്. അപ്പോൾ തന്നെ ഇപ്പോൾ മറ്റ് ചില അഭിപ്രായങ്ങൾ, ഈ കമന്റ് ബോക്സിൽ തന്നെ വരുന്ന മറ്റ് ചില അഭിപ്രായങ്ങൾ എന്ന് പറയുന്നത് ഈ ജൂൺ മാസവും ഒപ്പം മെയ് മാസവും ക്ലാസുകൾ അവധി നൽകുക. അതായത് ഒരു വേനൽക്കാലവും ഒരു മാസം വേനലും ഒരു മാസം മഴയും എന്ന രീതിയിൽ അവധി മാറ്റി ആ രീതിയിൽ ക്രമീകരിക്കുക. ജൂൺ കഴിഞ്ഞാൽ മഴ താൽക്കാലികമായി കുറഞ്ഞു തുടങ്ങുമല്ലോ എന്നുള്ള അഭിപ്രായവും വരുന്നുണ്ട്. എന്തായാലും അധ്യാപക സംഘടനകൾ ഇത് വിശദമായ പഠനം വേണമെന്നുള്ള ആവശ്യമാണ്. ഒരു പ്രധാനപ്പെട്ട ചർച്ചയ്ക്കാണ് വിദ്യാഭ്യാസ മന്ത്രി തുടക്കമിട്ടിരിക്കുന്നത്. മധ്യവേനൽ അവധി മഴക്കാല അവധി അല്ലെങ്കിൽ മൺസൂൺ അവധിയാക്കി മാറ്റണമോ എന്നതിൽ പൊതുജനാഭിപ്രായം തേടിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങൾക്ക് അതിൽ അഭിപ്രായം അറിയിക്കാം. പിന്നീടാകും അതിൽ വിശദമായ പഠനം വേണ്ടതുണ്ട് എങ്കിൽ അങ്ങനെ കമ്മിറ്റിയൊക്കെ നിയോഗിച്ചുകൊണ്ട് ആ തരത്തിലേക്ക്. ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്കൊന്നും സർക്കാർ പോകുന്നില്ല. ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്നു. അതിൽ പൊതുജനങ്ങളുടെ അഭിപ്രായം അറിയിക്കുക എന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.